ഗൈസ് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖേഷ് നമ്മൾ ലാബിൽ വന്നിരിക്കുകയാണ്. കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കഴിക്കാം. അത് ഇവിടെ ആവശ്യമില്ലാണ്ട് പറഞ്ഞാ നീയല്ലേ ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞ ഞാനാണോ? അറിയാതെ ഒരു ഗുമ്മിനോട്ട് പറയണ്ടേ, കണ്ടന്റ് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. ഷുഗർ റൈറ്റ് ഉള്ളവർ എത്ര ചോക്ലേറ്റ് ഉണ്ടോ അതിന്റെ കവർ എടുത്ത് വെക്കാമോ? ഇനി ഞാൻ സത്യം പറയട്ടെ, ഷുഗർ ഡയറ്റ് ഉള്ള ആളെ എത്ര ചോക്ലേറ്റ് തിന്നു അതൊരു സെന്റൻസ്. കവർ എടുത്ത് വെക്കാമോ എന്ന് പറഞ്ഞത് വേറെ കാര്യത്തിനാ, ഇനിയും മേടിക്കാൻ വേണ്ടി. നീ കഴിച്ചെന്റെ കവറല്ല, ആ പെട്ടി എടുത്ത് വെക്കാമോ എന്നാ ചോദിച്ചേ. നീ തെറ്റിദ്ധരിച്ചു നീ. എത്ര എണ്ണം കഴിച്ചു എന്ന് ചോദിച്ചു. സത്യം, പരമസത്യം അല്ലേ? വേറെ ആരുണ്ടായി അന്ന്? വൈഷ്ണവി. പൂച്ച ലേറ്റ് ആയിട്ട് വന്ന. അതിന് മുമ്പ് നിങ്ങളുടെ 4 പേരുണ്ടായുള്ളൂ. നിങ്ങൾ കണ്ടോ ഒരു മാസം കഴിയുമ്പോ എന്നെ എങ്ങനെ ഇരിക്കുന്നത്? എന്നെ വേണമെങ്കിൽ കണ്ടോ? ഒരു മാസം കഴിയുമ്പോ എന്റെ ഒരു മെഗാ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കാണും. 1 മാസം വേണം, 2 മാസം പിടിക്കും അല്ലേ? ട്രാൻസ്ഫോർമേഷൻ കാണുന്നതായിരിക്കും. ഇന്ന് ഫ്ലവേഴ്സ് ഒക്കെ ആണോ? ആരെങ്ങനെ മനസ്സിലാവാനാണ്? എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? കണ്ണെഴുതിയിട്ടുണ്ട്. ഐലൈനർ ഇട്ടിട്ടില്ല, ഞാൻ കാജലിട്ട്. നിങ്ങൾ കമന്റ് ചെയ്യണം, ഞാൻ കാജലിടണോ ഐലൈനർ ഇടണോ? ഐലൈനറിന്റെ മേലിലിടുന്നു, കാജലിടുന്നു താഴെ ഇടുന്നു. മനസ്സിലായോ? ഞാൻ മാത്രം റിവ്യൂ പറഞ്ഞോട് മുട്ടയുടെ അടിപൊളിയാണ്. ഏതൊക്കെ ഫ്ലേവർ കഴിച്ചെന്ന് പറയാം. ഫ്ലേവർ എനിക്കറിയില്ല, ഏതെങ്കിലും ആവട്ടെ. ഉള്ളിൽ മറ്റേ ഫില്ലിംഗ് ഉള്ള അങ്ങടെ അത് ഹേസൽനട്ട്. ഇതില് ഫില്ലിംഗ് ഉണ്ട്. കുക്കറിൽ എന്താ വെച്ചാന്ന് പറയാം ഗൈസ്. കുക്കറിലൊക്കെ വെച്ചേക്കാണ് ഗൈസ്, വിസിലടിച്ച്. അതെ അടിക്കുന്നു. 2 മണിക്ക് കഴിഞ്ഞിട്ടാണ് ബിരിയാണി റെഡിയാവും. ആൻ്റെ വകയായിരുന്നു ബിരിയാണി. ഒരു കുക്കറിൽ ബീഫും ഒരു കുക്കറിൽ ചിക്കനുമാണ്. മട്ടനില്ല. മട്ടൻ ഭയങ്കര പൈസയല്ലേ? പിന്നെ നിങ്ങൾ വിശേഷമൊക്കെ പറയാം. ആഗ്രഹമുള്ള ആളാ ഗൈസ്. പറ. ഞാൻ വന്നിട്ട് 4 വിസിൽ വന്നു. അതില്ല, ഞാൻ വന്നപ്പോ ഒരു വിസിലടിച്ചു. കുറച്ചു നേരം മുമ്പ് എന്നെ അടിച്ചു. 3. ശിവാനി ഫ്രണ്ടില് ശിവാനി ട്രെയിനുണ്ട്, ബാക്കിലെ ശിവാനി ട്രെയിൻ ഇല്ലാത്ത. അങ്ങനല്ല ഞാൻ പറയുന്നത്. അങ്ങനല്ല, ശിവാനി മുന്നോട്ട് വരുമ്പോ ശിവാനി ഫ്രണ്ടിൽ പോകുമ്പോണ്ട് ബാക്കിൽ പോകുന്നില്ല. അങ്ങനെ ശിവാനി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ 2 ഒരേ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ അല്ല, ശിവാനി പോകുന്നതിന് ഫ്രണ്ടിലുണ്ട്, പക്ഷെ ബാക്ക് ട്രെയിനിൽ ശിവാനി ഇല്ല. കുട്ടി ഉദ്ദേശിച്ചത് പോകുമ്പോൾ ഉണ്ട്, റിട്ടേണിനാണ് ഉദ്ദേശിച്ചത്, ഫ്രണ്ട് ആൻഡ് ബാക്ക്. മനസ്സിലായോ? ആ കുട്ടി ബാക്ക് അനു വിചാരിച്ചോ ഫ്രണ്ടിൽ വരുന്ന ട്രെയിനും ബാക്ക് വരുന്ന ട്രെയിനും. ഞാൻ പറയുന്നു വിചാരിക്കില്ല, ഇവളെ ബോഗിയിൽ ശിവാനി ഇല്ല. ഞാൻ അതാ ഉദ്ദേശിച്ചത്, മറ്റേ ബോഗിയിൽ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. കൊറേ ഉണ്ടല്ലോ അതിനോട്. മീനച്ചാർ ഇവിടെ എനിക്ക് തന്നു, പ്ലാസ്റ്റിക് ഡബ്ബയിൽ ഇവിടെ മീനച്ചാർ തന്നു. എന്നിട്ട് അതിലുള്ള ഒരു 3 കഷ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ശിവാനി പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുവന്നു. അപ്പോൾ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കാൻ ഞാൻ മറന്നുപോയി.
അപ്പോൾ വൈകുന്നേരം തുറന്ന് നോക്കിയപ്പോൾ അത് പൊട്ടിയിരിക്കുന്നു, ആ പ്ലാസ്റ്റിക് ബോട്ടിൽ പൊട്ടി. അപ്പോൾ അത് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊട്ടിയിട്ട് മീൻ പുറത്തേക്ക് വന്നു. ഞാൻ ചോക്ക് ചെയ്ത് ഇവിടെ കളഞ്ഞിട്ട് പോയി. അപ്പോൾ രാത്രി ഇപ്പോൾ ശിവാനോട് ഞാൻ എന്ത് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ സാൻഡ്ര പോയി എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് സാൻഡ്ര ഉണ്ടായിരുന്നു കൂടി. എൻ്റെ മീനച്ചാർ ഡബ്ബ സാൻഡ്ര മെസ്സി ഒന്ന് എൻ്റെ അടുത്ത് പറയുന്നു, അഞ്ചു ഇങ്ങനെ ഞാൻ മീനച്ചാർ കൊടുക്കാൻ പറ്റിയില്ല, അത് ഡബ്ബ പൊട്ടിപ്പോയി, അത് എന്താ ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് കളയേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അയ്യോ ഒരു കഷ്ടം കൊണ്ട് നിങ്ങൾ തിന്നില്ലേ, അന്ന് അറ്റ്ലീസ്റ്റ് ഡബ്ബ പൊട്ടിയതേ ഉള്ളല്ലോ, അതൊക്കെ മീൻ തിന്നാമല്ലോ, അത് നിന്നില്ലേ? ഇല്ല, മീനൊക്കെ ഇളകി ഇങ്ങനെ പുറത്ത് ചാടി നിന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആണോ പിറ്റേ ദിവസം നമ്മൾ പറയാം എന്താണ് പൊട്ടിച്ചത്. അടുത്ത സാൻഡ്ര എത്രയും വിഷമത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പോൾ പറയാൻ തോന്നിയില്ല. ആക്ച്വലി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ഈ ബാഗാണ് ഇതിനകത്തായിരുന്നു മീനച്ചാർ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തോ ആ പ്ലാസ്റ്റിക് പൊട്ടുന്ന എൻ്റെ ശബ്ദം കേട്ടു. ഞാൻ പ്ലാസ്റ്റിക് പൊട്ടിയെന്ന് എനിക്കറിയാം, എന്ത് പ്ലാസ്റ്റിക്. പക്ഷെ അത് ബാഗ് എടുത്തില്ലേ മാറ്റി വെച്ചു. എനിക്കറിയാം എൻ്റെ അച്ചാറിന് ഡബ്ബയായി പൊട്ടിയെന്ന്. എന്താ പറയോ, പ്ലാസ്റ്റിക് ഡബ്ബ പൊട്ടിയിട്ട് നമ്മൾ പറഞ്ഞത് കൂടി ഇല്ല. നമുക്ക് കുറേ വിഷയമുണ്ട്. കൈ കഴുകിയേ, സമ്മതിക്കുന്നില്ല. അഭി പറഞ്ഞു കൈ കഴുകിയാലേ ഇവിടെ പണിയെടുക്കാൻ സഹായിക്കത്തുള്ളെന്ന്. മോഹൻ കണ്ടില്ലേ, സമ്മതിച്ചില്ല. എടാ കൊച്ചു കൈ കഴുകി കൊടുക്കണേ. സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്, പോടാ എന്റെ കൊച്ചു പണി എടുക്കട്ടെ. നമ്മൾ പംകിൻ ഗ്രേറ്റ് ചെയ്യുന്നു. സവാര ഗിരി 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 ഗിരി. സ്ലോ മോഷൻ തിരിഞ്ഞു വാ. എടാ നീ പോയി കഴുകി. ഇതെന്തിനാ? അതെ പോയി കൈ കഴുകുക. അതെ ഹലോ മൈ ഡിയർ, പോയി കൈ കഴുകുക. ഞാൻ വ്ളോഗ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഓടിപ്പോയതുണ്ടല്ലോ അവിടെ ബ്ലാക്ക്. എന്താണ് പോകുന്നുണ്ടല്ലേ? നമുക്ക് ഇന്ന് അവനെ പിടിക്കാം. സുഖ കിട്ടിയോ? നിന്നെ എന്തായാലും കിട്ടി. നമുക്ക് ഈ നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം. ഇവിടെ എന്തോ പരിപാടിന്ന്. ഇതെന്തോ കുറെ പൂക്കൾ പൂക്കും. അമ്മേ സോറി ഗൈസ്, ഇതെന്ത് പോവാ? നിങ്ങൾ എന്തുവാ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക. ഓക്കെ, ടെമ്പിളിലെ വേസ്റ്റോ? ഓ, ടെമ്പിളിലെ ഫ്ലവർ വേസ്റ്റ് ഉപയോഗിച്ച് അഗർബത്തി ഉണ്ടാക്കുവാണ്. അതിനവർ പൂക്കൾ അവര് പിച്ചിടുക. കണ്ട, ഇത് ചൂസ് ചെയ്ത് അഗർബത്തി ഉണ്ടാക്കുന്നു. അടുത്ത പരിപാടി എന്താ നോക്കാം. കേക്ക് എവിടെയാ ഇവരുണ്ടാക്കുന്നത്? ഇവരെന്തോ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവരെന്തോ ഉണ്ടാക്കുന്നേ? അതെന്തുവാ? ഓ, മഷ്റൂം 65. ഓ, ഇവരെ മഷ്റൂം 65 ഉണ്ടാക്കുന്നവര്. നിങ്ങൾ എന്തോ ഉണ്ടാക്കുന്നത്? വാട്ട് ആർ യു ഗൈസ് മേക്കിംഗ്? ബ്രൗണി. ഇവർ ബ്രൗണി ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ബിസിനസ്. ഓ, അബിയുടെ കണ്ണുണ്ടില്ലേ? ഓ, എടാ ഇവിടെ വന്നേ. ഓ, കാണുന്നില്ലടാ, ഇവിടെ വാടാ. അനുവിന്റെ കണ്ണ് കാണിച്ച്. അയ്യോ, അനു കണ്ണടിക്കുമ്പോ ഇങ്ങോട്ട് കണ്ടോ? എന്താണ്? അയ്യോ, അബിയുടെ കണ്ണ് കാണിച്ച്. വാവ്, എടാ ഇങ്ങോട്ട് നോക്കണോ? കണ്ടോ? നിന്റെ കണ്ണൊന്നും ബ്രൗൺ അല്ല, എന്റെ കണ്ണ് ബ്രൗൺ. നീ ഇവിടെ വന്നേ. നീ ഇവിടെ നിൽക്കും, വെട്ടം അടിക്കുന്നില്ല. ഈ കണ്ണുകളിലാണ് ഇവിടെ എല്ലാരും വീഴുന്നത്. വയ്യ. ഓക്കെ, ഇവളുടെ ഗ്രേറ്റിംഗ് അവിടെ നോക്കട്ടെ. പിന്നെ ആരെന്നു വിചാരം ഇല്ല, ഫോൺ കോളാ. ഹലോ മൈ ഡിയർ, എന്തുവായി? കൈ മുറിഞ്ഞോ? ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. ഓ, കോൾ വരുന്നുണ്ട്, ഓടിപ്പോന്നുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക്
டாப் டைமிங்லாம் வராங்க இப்போ இது ட்ரை ஆகிட்டே இருக்கும். இப்படி தள்ளி தள்ளி மேலே இப்படி தெரிச்சு போகலாம். நீ செஃப் தான், நான் இல்லைன்னு சொல்லலை. போ நான் என்ன நீ முருகன் இப்போ ஏதாவது ஒரு பீஸ் வெளியே வந்தாலும் எனக்கு அடி வாங்குறேன். പറ സത്യം പറ സത്യം പറ ഞാൻ ഓണസ്റ്റിന്റെ വീഡിയോ പറയാം. ആ സത്യം പറഞ്ഞാൽ മതി. കുറച്ച് തിന്നാൻ പറ്റുള്ളൂ. ആ ഫുള്ള് തിന്നെ ഞാൻ പറഞ്ഞില്ല. அங்க ஃபோக்கஸ் பண்றா. വാ 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 വാടാ വാടാ വാടാ. നട്ട്സ് കുറച്ച് ആ ആ മറ്റേ നല്ല അല്ലേ? ആ അതാ ഞാൻ പറഞ്ഞേ, മറ്റേത് ലേറ്റ് ആയി പോയി. അങ്ങനെ என்னோட மோசம் பண்ணாங்களே. സ്കാൻ ചെയ്യ്. പൈസ കൊടുത്തില്ല. പൈസ 50. റിയാക്ഷൻ ഒന്നും വേണ്ട, 50 ഇട്. ഞാനിപ്പോ 1000 രൂപയുടെ മിഠായി തന്നില്ല, 50 രൂപ ഇട്. റെക്കോർഡിംഗ് ആണ്, 50 രൂപ ഇട്. 45 രൂപ. ഏ നീ നീ അല്ലല്ല നീ അല്ല നീ 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 50 നീ 50 ഇട്. 5 രൂപ ഞാൻ അയച്ചുതരാം, നീ 50 എടുക്കുക. ആ നിനക്ക് അയക്കാം. 50 രൂപ ഇട് ആദ്യം. 50 ഇട്. നിങ്ങളുടെ ബയോഗ്രാഫി ഞാൻ വാങ്ങിച്ചില്ല. അത് അവൻ മേടിക്കും, അതെനിക്കറിയില്ല. ഞാൻ കാണിച്ചേ. ആ മേടിച്ചു കേസ്. അത് ആക്ച്വലി അല്ല, ഇത് വീഡിയോ എടുക്കണ്ട. നീ പറഞ്ഞോ? റോസ്റ്റ് ടൈപ്പ്, ഇപ്പം നട്ട്സ് റോസ്റ്റ് ടൈപ്പ് ഇപ്പൊ ഒരു ഇതിന്റെ ടേസ്റ്റ് അല്ലേ? അത് കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇട്ടോളാം. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റിട്ട് തിരിച്ചു പോവുകയാണ്. സോ നാളെ പുതിയ ബ്ലോഗ് എല്ലാവർക്കും